Hello everyone, Assalamu alaikum. Welcome back to my YouTube channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ വ്ലോഗാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൗസ് വാമിങ്ങിനെ റിലേറ്റ് ആക്കിയിട്ടുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇന്ന് ജാനുവരി 4, 2026 നമ്മുടെ ഹൗസ് വാമിംഗ് ആണ്. ഇപ്പോൾ സമയം 4 മണിയാണ്. നമ്മൾ കടന്നുറങ്ങുമ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. നേരെ വണ്ണം ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് പാല് കാച്ചുന്ന പരിപാടി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നേരത്തെ നീച്ചിട്ടുള്ളത്. 2-3 ദിവസമായിട്ട് തീരെ ഉറക്കല്ല. ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് ഒട്ടും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയധികം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. അതിന് പുറമെ ഫിസിക്കലി നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. 3-4 ദിവസം ഉറക്കല്ലാതെ ആയിരുന്നല്ലോ നടന്നിരുന്നത്, അതുകൊണ്ടായിരിക്കാം. എനിവേ, നമുക്ക് നമ്മുടെ വ്ളോഗിലോട്ട് അടക്കാം. ഹൗസ് വാമിംഗ് ആയതുകൊണ്ട് തന്നെ സുബഹിക്ക് ഉത്സവമാരൊക്കെ വന്ന് നിസ്കാരവും മൗലൂദും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പായയും മുസല്ലയിലൊക്കെ വിരിച്ചിട്ട് നമ്മളിതിവിടെ സെറ്റാക്കണത്. അതേ ടൈമിൽ അടുക്കളയിൽ പാല് തിളപ്പിക്കണ ഓരോ തിരക്കിലും കാര്യങ്ങളിലായിരുന്നു. നമ്മൾ കുടിയിരിക്കുമ്പോൾ ആദ്യം പാലാണല്ലോ തിളപ്പിക്കാതെ, ഇപ്പം എല്ലാവർക്കും അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ മാത്രമല്ല, സുബഹി ആയപ്പോൾ തന്നെ കുറച്ച് റിലേറ്റീവ്സും ഒക്കെ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ അങ്ങോട്ട് നടന്നു. അപ്പം ഇനി നമുക്ക് പാൽ തിളപ്പിക്കാം. പാൽ തിളപ്പിക്കാൻ എന്തൊക്കെ വേണം? തീ, അടുപ്പ്, ചട്ടി, പാൽ, ഇത് മതി. അതുണ്ടെങ്കിൽ നമുക്ക് പാല് തിളപ്പിക്കാം. നമ്മളിതാ ഇപ്പുറത്ത് അടുപ്പിലാണ് പാല് തിളപ്പിക്കുന്നത്. ഇനി ഗ്യാസിൽ പാല് തിളപ്പിക്കോ ഇല്ലേ എന്നൊന്നും അറിയില്ല. നമ്മൾ അടുപ്പിലാണ് പാല് തിളപ്പിച്ചത്. നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫുഡ് ആദ്യം പാല് തിളപ്പിക്കുന്നതിന് ശേഷമാണ് വേറെ ഫുഡൊക്കെ ഉണ്ടാക്കുക തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം ഇന്നലെ നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പാല് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ എന്തെങ്കിലും നമുക്ക് ഫുഡൊക്കെ വെക്കാണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നമ്മൾ പുതിയ വീട്ടിൽ താമസിക്കുക. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി വേറെ ഏതെങ്കിലും രീതിയാണോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയുന്നത് ഇങ്ങനെയാണ്. അപ്പം അമ്മ തീയൊക്കെ കത്തിച്ച് നമ്മുടെ പാലും ചട്ടി അടുപ്പത്ത് വെക്കാൻ പോവാണ്. ഈ ചട്ടി നമ്മൾ ഇന്നലെ പോയി വാങ്ങിയതാണ്. നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ ഈ ചട്ടി വാങ്ങാൻ മറന്നുപോയി. എന്നിട്ട് നമ്മൾ ഇന്നലെയാണ് പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുടിരിക്കലാറിട്ട് പാലടുപ്പിക്കണ ചട്ടിയില്ലെങ്കിൽ ഞങ്ങൾ മേപ്പിട്ട് നോക്കിയിരുന്നു. പിന്നെ അത് ഓർമ്മ വന്നപ്പോൾ നമ്മൾ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുടിരിക്കലല്ലേ, അപ്പോൾ പുതിയ ചട്ടി ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പുതിയ ചട്ടി, അത്യാവശ്യം വലിയ ചട്ടി വേണമല്ലോ, അതുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ്. ഇപ്പം ജസ്റ്റ് പാല് തിളപ്പിക്കണ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഉച്ചക്കാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ടാക്കുക. അങ്ങനെ പിന്നെ സുബഹിൻ്റെ നേരമായപ്പോഴത്തേനും വന്നവരൊക്കെ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് മൗലൂദൊക്കെ ഓതി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് പാല് തിളച്ചിട്ടില്ല. ഇനി തിളക്കുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ആ നേരമായപ്പോഴേക്കും കസിൻസും കാര്യങ്ങളൊക്കെ, അടുത്തുള്ള കസിൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവളാണ് അതിൽ മെയിൻ. വേറൊന്നുമില്ല, നമ്മൾ രണ്ടാളും സെയിം ഏജാണ്. അതുകൊണ്ട് വെറുതെ പെണ്ണിനെ പൊക്കി പറഞ്ഞാണ്. ഈ ടൈമിലും നമ്മൾ അടുപ്പത്ത് വെച്ച പാല് ഇതുവരെയായിട്ട് തിളച്ചിട്ടില്ല. അപ്പോൾ പാല് തിളച്ച് ഇങ്ങനെ പൊന്തി വരണമല്ലോ, അതാണല്ലോ അതിൻ്റെ രീതി. അപ്പോൾ പാല് തിളക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും കുറേ നേരമൊന്നും പാല് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കേണ്ടി വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം പാലിങ്ങനെ തിളക്കാൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ അപ്പുറത്ത് ഇങ്ങനെ പാല് തിളച്ചത് എല്ലാവർക്കും കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഹോർലിക്സും കൂടി ഇട്ടിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റിൽ കുടിക്കാമല്ലോ. വെറുതെ പാല് മാത്രം കുടിക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഹോർലിക്സ് ഇട്ടിട്ട് കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പാല് തിളച്ചു. അൽഹംദുലില്ലാ, പാല് നന്നായി തിളച്ച് ഇങ്ങനെ പൊന്തി വന്നു. നമ്മുടെ ആദ്യത്തെ ഘട്ടം അങ്ങനെ ഫൈനലി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു പാല് തിളക്കണ ആ ഒരു ഇത് മാത്രം കിട്ടൂലേ എന്നുള്ളത്. പിന്നെ പാല് തിളക്കാനായപ്പോഴത്തേനും പിന്നെ എല്ലാവരും വിളിച്ചു പാല് തിളക്കാനായിക്കണു പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഓടിച്ചെന്നിട്ട് എടുത്താണ്. അതുകൊണ്ട് നമുക്ക് പാല് തിളക്കണ ആ ഒരു രംഗം നമുക്ക് കിട്ടി. അങ്ങനെ പിന്നെ പാല് തിളച്ചത് നമ്മൾ നേരത്തെ വെച്ച ഹോർലിക്സിലോട്ട് അങ്ങോട്ട് കലക്കി എല്ലാവർക്കും നമ്മൾ സെർവ് ചെയ്തു. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ വീട്ടിൽ പാലൊക്കെ കാച്ചി. ഇനി മുതൽ നമ്മൾ ഇവിടെയാണ് താമസം. നമ്മൾ ഇതിനു മുമ്പ് വേറെ നമ്മുടെ പഴയ വീട്ടിലായിരുന്നല്ലോ, ഇനി അവിടെ അല്ല, ഇനി ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഭയങ്കര എന്തോ ഒരു ഫീലിംഗ് ആയിരുന്നു അത്. അതെങ്ങനെയാണ് പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഹോർലിക്സൊക്കെ കുടിച്ച് നമ്മുടെ പുതിയ വീട്ടിൽ നമ്മുടെ സുബഹി നിസ്കാരമൊക്കെ നിസ്കരിച്ച് രാഹത്തായിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2026 പുതിയ വർഷം, പുതിയ വീട്, അങ്ങനെ എല്ലാം പുതിയതാണ്. അപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു പുതുമ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിങ് നമുക്ക് പുതിയതായിരിക്കുമല്ലോ. ഈ തിരക്കൊക്കെ ഉണ്ടാകുമ്പോഴും അയാൻ ബേബി നല്ല ഉറക്കത്തിലാണ്. അല്ലെങ്കിൽ മൂപ്പർ എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോഴത്തേനും ഉണരുന്നതാണ്. പക്ഷേ മൂപ്പർ അങ്ങനെ ഉണർന്നൊന്നുമില്ല. അങ്ങനെ പിന്നെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ചെറിയൊരു മധുരം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈത്തപ്പഴം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ നേരത്തെ നീച്ചതാണല്ലോ, അപ്പോൾ പിന്നെ പത്തിരിയും കോഴിക്കറിയും പൊറാട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്നവർക്കൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതവിടെ കഴിച്ചു. പിന്നെ അതിന് പുറമേ നമ്മുടെ ഉച്ചക്കുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ ആ വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹാപ്പി മൊമെൻറ്റിലും
ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും വാപ്പ എവിടെയെന്ന്. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് വാപ്പാക്ക് നാട്ടിലെത്താൻ പറ്റിയില്ല. വാപ്പ നാട്ടിൽ വന്നിട്ട് എല്ലാവരും നാട്ടിലുണ്ടാകുമ്പോൾ തന്നെ ഹൗസ് വാമിങ് നടത്തണം എന്നായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ കാക്കൂൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ ഹൗസ് വാമിങ്ങിനും കാക്കൂൻ്റെ കല്യാണത്തിനും രണ്ടിനും പാടെ ലീവ് കിട്ടൂല എന്നുള്ളൊരു പ്രശ്നം കൊണ്ടാണ് വാപ്പ ഹൗസ് വാമിങ്ങിന് നാട്ടിൽ വരാതിരുന്നത്. ഇനി അഥവാ ഹൗസ് വാമിങ്ങിന് വരികയാണെങ്കിൽ വാപ്പാക്ക് കാക്കൂൻ്റെ കല്യാണം കൂടാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഇതായി കാക്കൂൻ്റെ കല്യാണത്തിന് വരാം, ഹൗസ് വാമിങ്ങിന് അങ്ങനെ ഇതാക്കാം എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഹൗസ് വാമിങ്ങിന് വാപ്പ വരാതിരുന്നത്. പക്ഷേ വാപ്പല്ലാത്തതിൻ്റെ കുറവ് അവിടെ നല്ലോണം ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും ആളുകളൊക്കെ വരുമ്പോഴും അതിന് പുറമെ വേറെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും വാപ്പാൻ്റെ കുറവ് നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്കിത് സംഭവം സെറ്റാക്കണമല്ലോ. അതുകൊണ്ട് എന്നാലും നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കി. വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ പരിപാടി ഒന്നുകൂടി ഉസാറായിരുന്നു. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ കുറച്ചുകൂടി കഴിഞ്ഞാൽ വാപ്പ നാട്ടിലെത്തും. അപ്പോൾ ഹൗസ് വാമിങ്ങിന് കൂടാത്തതിൻ്റെ ഒരു ഇത് നമുക്ക് കല്യാണത്തിൽ അങ്ങോട്ട് സെറ്റാക്കാം. വാപ്പ അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇമ്മയായിരുന്നു. കാക്കുമൊക്കെ വർക്കിന് പോയാൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇമ്മയായിരുന്നു എല്ലായിടത്തും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ. പിന്നെ ഇതാണ് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ ഔട്ട്ഫിറ്റ്. നമ്മളെല്ലാവരും ഒരു ഓഫ് വൈറ്റ് തീമാണ്. നമ്മളെല്ലാവരും ആദ്യം വൈറ്റ് മതി എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പിന്നെ അത് മാറി അത് ഓഫ് വൈറ്റിലോട്ടാണ് എത്തി. 2 ദിവസമായിട്ട് ഉറക്കമില്ലാത്തതുകൊണ്ട് തന്നെ റെഡി ആയാലും ഭംഗി ഉണ്ടാവുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് സർക്കിളും വരും. പക്ഷേ റെഡി ആയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കും സുന്ദാത്താക്കും സെയിം പാറ്റേണിൽ വരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഹൗസ് വാമിങ് ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ദുലാൻ ബൈ നൂർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴി സെൻഡ് ചെയ്ത് തന്നതാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പം നമ്മൾ രണ്ടാളും റെഡി ആയിട്ടുണ്ട്. ഇനി ഇമ്മയും സുൽക്കാക്കുനി കാണണ്ടേ, ഒരു വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഏകദേശം റെഡി ആയപ്പോഴത്തേനും എല്ലാവരും വീട്ടിലോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കൊന്നും ആയിട്ടില്ല. കുറച്ചൊക്കെ പെട്ടെന്ന് മാറ്റിയത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പൊതുവേ ഞങ്ങൾ രണ്ടാളും ഡ്രസ്സൊക്കെ മാറ്റി ഒക്കെ ഒന്ന് റെഡി ആയി വരുമ്പോഴത്തേനും നിറയെ ടൈം എടുക്കും. പക്ഷേ നമ്മുടെ പരിപാടിക്ക് നമ്മളങ്ങനെ ടൈമൊന്നും എടുത്തില്ല. പെട്ടെന്നൊക്കെ റെഡിയാക്കി. എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ വീട്ടിലെല്ലാവരും റെഡി ആയാലും ഞാൻ സ്വന്തത്തിൽ റെഡി ആയിട്ടുണ്ടാവില്ല. അത് ഞങ്ങളുടെ രണ്ടാളുടെ ഒരു പോളിസിയാണ്. ഇപ്പോൾ നമ്മൾ എപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. ഇതാണ് നമ്മൾ 4 ആളുടെയും ഒരു ഹൗസ് വാമിങ് ലുക്ക്. ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. 4 ആളിനെയും ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ കുറേ പാടുപെട്ടുക്കണം. ഓരോരുത്തരും ഓരോ വൈക്കേക്കാരം. എന്നിട്ട് ഞാൻ എല്ലാവരെയും വിളിച്ച് കൂട്ടി ഒരു റൂമിലാക്കി എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. എൻ്റെ ഒരു എന്താ പറയുക, ഒന്നുമില്ല, എൻ്റെ ഒരു ഡെഡിക്കേഷൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ പുതിയൊരു ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ എനിക്കൊന്ന് ഇങ്ങനെ നിന്ന് 4 പേരെ ഒന്ന് കറങ്ങുകയൊക്കെ ചെയ്യണം. അപ്പോഴേ എനിക്കൊരു സംതൃപ്തി വരുള്ളൂ. അത് ഞാൻ എവിടെയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ആളുകൾ ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞാൻ അതിനൊന്നും യാതൊരു കുറവും വരുത്തിയിട്ടില്ല. റെഡിയായി അടിയിലേക്ക് എത്തിയപ്പോഴത്തേനും അത്യാവശ്യം എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇത് ഇമ്മയുടെ ഇമ്മയും ഇമ്മാൻ്റെ സിസ്റ്റേഴ്സുമാണ്. വീഡിയോ എടുക്കുന്ന എല്ലാവരെയും കൊണ്ട് ഞാൻ ഹായ് അടുപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഹായ് ഞാൻ എല്ലാവരുടെയും വക തന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ പിന്നെ ഈ വെൻറ്റുകാരും കാര്യങ്ങളൊക്കെ വന്നിട്ട് പന്തലും ചെയറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽക്കൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കയറി വരുന്നവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ വെൽക്കം ഡ്രിങ്കിൻ്റെ ചെറിയൊരു സംഭവം അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വെള്ളം അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഒരു മാംഗോ എസൻസ് എന്തോ ഒരു സംഭവം കണ്ടിട്ട് എന്തോ ഒരു നല്ല ടേസ്റ്റുള്ള വെള്ളമായിരുന്നു. ഞാൻ തന്നെ ഒരു 10-20 വട്ടം കുടിച്ചിട്ടുണ്ടാവും. വെറുതെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ പോകും ഞാൻ വെള്ളം കുടിക്കാൻ. അതിന് പുറമെ വേറെ ആരെങ്കിലും വെള്ളം കുടിക്കണം കണ്ടാൽ ഓരുടെ നിന്ന് വാങ്ങിക്കൊടുക്കും. അങ്ങനെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെയാണ് പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ള ഒരു ഔട്ട്ലുക്ക്. ഇങ്ങനെ പന്തലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വീട് ഫുള്ളായിട്ട് അങ്ങോട്ട് മറിഞ്ഞുപോയി. വീട് കാണാൻ വന്നവർക്കൊക്കെ വീട് പുറത്തുനിന്നുള്ള ഒരു വ്യൂ കിട്ടൂല. ഉള്ളിൽ കൂടെ അങ്ങനെ പോകണമല്ലാതെ പുറത്തുനിന്ന് ഇങ്ങോട്ട് കാണാൻ നേരെ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഈ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട്. പക്ഷേ കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് നമ്മുടെ വീഡിയോസിലൊക്കെ നമുക്ക് വീട് വിശദമായിട്ട് വേണമെങ്കിൽ കാണിക്കാമല്ലോ. അപ്പോൾ കാണാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ റിലേറ്റീവ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി വീണ്ടും കുറേ ആളുകൾ വരുന്നതിന് മുമ്പ് ഞാനിങ്ങനെ കുറച്ച് ഇനിയും കൊണ്ട് പറ്റണ പോലെ കുറേ വീഡിയോസൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് വെറുതെ പട്ടിഷോർക്കിയതാണ്. അപ്പുറത്ത് വെൽക്കം ഡ്രിങ്ക് ആകുമ്പോൾ ഇപ്പുറത്ത് വെൽക്കം ഗേളിനെ പോലെ ഇങ്ങനെ നിൽക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ സുന്ദരത്തിയും ഒരേ സെയിം കളർ ഡ്രസ്സാണല്ലോ, മീൻസ് സെയിം പാറ്റേൺ ആണല്ലോ. അപ്പോൾ നമ്മൾ രണ്ടാളും ഇങ്ങനെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മൾ ആ പ്ലാൻ മാറ്റി അത് അങ്ങനെ വേണ്ടെന്ന് വിചാരിച്ചു. ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണതുകൊണ്ട് നമുക്കൊന്ന് ഇരുന്ന് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കിങ്ങനെ ഇരിക്കാൻ പൂതിയായിരുന്നു അന്നത്തെ ആ പരിപാടിയിൽ. കാരണം ഓരോരുത്തർ വരും, നമ്മൾ ഇരിക്കണോട് നീക്കും, എന്നിട്ട് അങ്ങനെ ആക്കും. പിന്നെ അടുത്ത ആൾക്കാർ വരും, അപ്പോൾ ഒന്നും ഇരിക്കാൻ കിട്ടില്ല. പിന്നെയും അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല അത്രയും വലിയൊരു ഇൻട്രോവേർട്ടാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ വരുമ്പോൾ ആളുകളെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ വളരെ ഒരു പ്രൗഡ് മൊമെൻ്റാണ്. ഡബിളൊക്കെ സുബഹിക്ക് വന്നിട്ട് പിന്നെ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്ന് ഡ്രസ്സ് മാറ്റാനായിട്ട് പോയിട്ട് പിന്നെയും തിരിച്ചു വരികയാണ്. നമ്മുടെ വീട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്താണ്. ഇങ്ങനെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കെപ്പോൾ ആണെങ്കിലും വരാൻ പോകാം അങ്ങനെയാണ്. ഇപ്പോൾ കണ്ടോ ഇവളുടെ ഒരു മാസ് എക്സ്പ്രഷൻ ഇപ്പോൾ കണ്ടോ? കണ്ടവർ കമൻറ്റ് ചെയ്യൂ. നമുക്ക് എല്ലാവർക്കും നല്ല അൾട്ടിമേറ്റ് ആയിട്ട്
പുച്ചടാറിയും ഭയങ്കര കഴിവാണ് അതിനൊക്കെ. പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് എനിക്കിങ്ങനെ വ്ളോഗ് എടുത്ത് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കസിൻ്റെ കയ്യിലാണ് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത്. ഇവൻ്റെ കയ്യിൽ ഇനിയുള്ള ക്ലിപ്സുകൾ ഫുള്ള് ഇവൻ എടുത്താണ്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ക്ലിപ്സുകൾ ഓരോന്ന് കാണുന്നത്. എങ്ങനെയാണ് എടുത്ത് വെച്ചിരിക്കണമെന്ന് അറിയില്ല, ഇനി നോക്കിയിട്ട് വേണം. എടുക്കാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഞാൻ എൻ്റെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമാകട്ടെ, അത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് ചെയറൊക്കെ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വരുന്നവർക്ക് വേണമെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ ഈ കാണുന്നതൊക്കെ എൻ്റെ കസിൻസാണ്. എൻ്റെ കസിൻസ് ഫുള്ള് കുട്ടികളാണ്, അല്ലാത്തവർക്ക് സ്വന്തമായിട്ട് കുട്ടികളും ഉണ്ട്. എൻ്റെ അതേ ഒരു സെയിം ലെവൽ ഏജ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു കസിനില്ലേ, അത് മാത്രമാണ്. പിന്നെ ഇതാ ഇവരൊക്കെ എന്നെക്കാളും ചെറിയ പിള്ളേരാണ്, കൊച്ചു പയ്യന്മാരാണ്. എൻ്റെ ക്യാമറേൻ്റെ പിന്നിൽ പ്രവർത്തിച്ച 2 പേരാണ് ഇവർ രണ്ടാളും. വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഇത്രയും എഫേർട്ട് എടുത്ത് തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അടിപൊളി. പക്ഷെ സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് തരല് ഇവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. കണ്ടോ, ഞാൻ ഇടക്കിടക്ക് വെള്ളം കുടിക്കാൻ പോകുന്നുണ്ട്, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു വെള്ളം. ഇതൊക്കെ ഇവൻ ഏത് ആംഗിളിൽ വെച്ചിട്ടാണ് ഇതൊക്കെ എടുത്തിക്കണതെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത്. പിന്നെ കുറച്ച് നേരമൊക്കെ ആയപ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്കായി, ആളുകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. ഇരിക്കാനൊന്നും ഗ്യാപ്പ് കിട്ടണില്ല, ഫുള്ള് നിൽക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ കാലും ഇടുപ്പൊക്കെ വരുത്താവൽ തുടങ്ങി. ആ തിരക്കിൽ ഇമ്മാൻ്റെ മുഖം കാണിക്കാൻ പറ്റിയതിന് വലിയൊരു കാര്യം, ഇമ്മാനെ ഞാൻ എവിടെ നോക്കിയിട്ടും കാണാണ്ടായിരുന്നില്ല, അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. അയാൻ ബേബി ഇതാ കുട്ടികളുടെ ഒപ്പം വന്നിട്ട് ഭയങ്കര കളിയിലാണ്. അന്നത്തെ ദിവസം ഓൻ്റെ ഒപ്പം കളിക്കാൻ കുറേ കുട്ടികളുണ്ടായിരുന്നു, അതുകൊണ്ട് ഓനക്ക് ഭയങ്കര ഉസാറായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം പരിപാടി ആയതുകൊണ്ട് ഇടക്കിടക്ക് ടച്ചപ്പ് ചെയ്യാൻ വരണമല്ലോ. ടച്ചപ്പ് ഒന്നുമല്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്ക് പോയാൽ അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടാൻ വരണമല്ലോ, കുറേ ആൾക്കാർ വരുന്നതല്ലേ. അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം ഗ്യാപ്പ് കിട്ടിയപ്പോൾ എനിക്കിരിക്കാൻ സീറ്റ് കിട്ടി. ഞാനത് ആ ഒരു ഇതിൽ ഞാൻ സീറ്റ് കണ്ടപ്പോൾ വേഗം പോയി അവിടെ ഇരുന്നു. അവൻ അതും ക്യാപ്ചർ ചെയ്തു. ഓരോ ക്ലിപ്സുകളിലും ഞാൻ എന്തിൻ്റെയൊക്കെ ഉള്ളിൽ നിന്നൊക്കെ വരുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് അവന് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അടിപൊളി, അവൻ്റെ കഴിവെന്ന് പറയുന്നത് അപാരം. കണ്ടോ, അപ്പോൾ സീറ്റ് കിട്ടിയപ്പോൾ ഞാനൊന്ന് ഇരുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് നീച്ചു വിചാരിച്ചു, അവിടെ വേറെ ആരെങ്കിലും വന്നിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് സീറ്റ് കിട്ടില്ല, ഞാൻ മേപ്പെട്ട് നോക്കി നിൽക്കേണ്ടി വരും. ഞങ്ങളെല്ലാവരും ടേബിളിലെ 4 പേരെ ഇരുന്ന് മത്സരിച്ച് വെള്ളം കുടിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്നുമില്ല, ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സുകൾ മാത്രം. 2 ദിവസം കഴിഞ്ഞാൽ ഷൈനാൻ്റെ മാരേജാണ്. അതും റിസ്കിലെടുത്തിട്ടാണ് എൻ്റെ പരിപാടി കൂടാൻ വേണ്ടിയിട്ട് പെണ്ണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, എൻ്റെ പരിപാടിക്ക് വന്നിട്ടില്ലെങ്കിൽ കല്യാണത്തിന് കൂടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും എല്ലാവരും ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും എല്ലാവരും വന്നു. ഓര് വന്നപ്പോൾ ഞാൻ ഓരോ മെല്ലെ എൻ്റെ റൂമിലേക്ക് അങ്ങോട്ട് പറഞ്ഞയച്ചു. ഓർക്ക് ഇത്തിരി പ്രൈവസി ഒക്കെ ഇരുന്നോട്ടെ, അടിയിൽ ഫുള്ളിൻ്റെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഓർക്ക് ഇത്തിരി പ്രൈവസി ഇരുന്നോട്ടെ വെച്ചിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് ഓരോ അങ്ങോട്ട് പറഞ്ഞയച്ചു. കുറച്ചേരം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകും, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബള്ളെടുത്തേക്ക് വരും. പിന്നെ ഞാൻ കുറച്ചേരം കഴിഞ്ഞ് ഞാൻ ഫ്രണ്ട്സുകളുടെ അടുത്ത് പോകും, പിന്നെ ഞാൻ ബള്ളെടുത്തേക്ക് വരും. അങ്ങനെ മാറി മാറി നിൽക്കുമായിരുന്നു. കാക്കൂനെയും ഇമ്മാനെയും സുമിതാത്താനെയൊക്കെ ഇടയ്ക്കൊരു നോട്ടം കിട്ടും. പിന്നെ ഓരോ എങ്ങോട്ടൊക്കെ പോകും, എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയില്ല. സുമിതാത്ത പിന്നെ അയാൻ ബേബി ഉള്ളോട്ട് കുട്ടീനെ ഉറക്കാനും കാര്യത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരിക്കും. ഓനക്ക് വേണ്ടിയിട്ട് തൊട്ടിയൊക്കെ നമ്മൾ ഇന്നലെ തന്നെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പകൽ ടൈമിൽ ഓൻ ഉറങ്ങണമെങ്കിൽ ഓനക്ക് തൊട്ടി വേണം, ബെഡിൽ കിടക്കൂല. രാത്രി വശവും ബെഡിൽ ഉറങ്ങും, തൊട്ടിയിൽ കിടക്കൂല. അങ്ങനെ എൻ്റെ ഇടയിൽ കുട്ടി ഉറങ്ങിയപ്പോൾ ഓൾക്ക് ഇത്തിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഓള് നമ്മുടെ അടുത്തേക്ക് വന്നു. നമ്മൾ രണ്ടാളും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ. നമ്മൾ പണ്ടൊക്കെ എപ്പോഴും ഒരേപോലത്തെ ഡ്രസ്സ് മാത്രമേ ഇടണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. പിന്നെ ഇപ്പോഴാണ് കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഡ്രസ്സ് ഇടുന്നത്. പണ്ടൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മൾ രണ്ടാളും എപ്പോഴും ഒരേപോലത്തെ ഡ്രസ്സായിരിക്കും ഇട്ടിട്ട് നമുക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഒരു മടിയായി തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ആ രീതി അവസാനിപ്പിച്ചത്. പിന്നെ വീണ്ടും നമ്മൾ ഇപ്പോഴാണ് അത് വീണ്ടും പുനരാരംഭിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് മാത്രമല്ല, കാക്കു വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ കാക്കുൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഒരു പിന്നെ പ്രത്യേകം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ബായ് ഒക്കെ തരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിച്ച് ബായ് പറഞ്ഞു പോവാണ്. പക്ഷേ നമ്മളാരും ഇതുവരെയായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെയായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി. കുറച്ചൊരു സമയം കുറച്ചായപ്പത്തിനും എന്താണെന്നറിയില്ല, ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ഞാൻ തന്നെ അങ്ങോട്ട് മറന്നുപോയി. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ വരാനും വൈകി, അതുകൊണ്ട് ഇവരൊക്കെ ഉള്ള വെയിറ്റ് ആക്കി നിൽക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സൈലെത്തി. പിന്നെ നമ്മൾ നേരെ ഫോട്ടോ എടുക്കാൻ പോയി. രാവിലെ തന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോ നമ്മൾ വേറെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ വന്നപ്പോൾ ഇവരുടെ കൂടി ഒരു ഫോട്ടോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ ആ തിരക്കിലും എവിടെ നല്ല ക്ലിയറിൽ ഫോട്ടോ കിട്ടാൻ നോക്കി നടക്കുകയായിരുന്നു. ആദ്യം കുറേ ഒരു സ്ഥലത്ത് നിന്ന് നോക്കി, എന്നിട്ട് അവിടുന്ന് ശരിയാവാനിട്ട് പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് പോയി, എന്നിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോ എടുത്ത് നോക്കി. അങ്ങനെ കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ അങ്ങനെ കിട്ടി. ഫോട്ടോ എടുക്കാൻ നിർത്തി, വീഡിയോ എടുക്കാമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംസാരിക്കണ പോലെ ഞങ്ങൾ അഭിനയിക്കുകയാണ്. വളരെ ഓവർ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ അഭിനയിക്കുക മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു കഥ ഞങ്ങൾ പറയേണ്ടി തോന്നുന്നു. അതാണ് ഞങ്ങളുടെ ഫേസ് ഇത്ര സീരിയസ് ആയി നിൽക്കുന്നത്. എന്താ നോർമൽ കേസ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി.
ഓരിനെ ആദ്യം ഞാൻ ഫുഡ് കഴിക്കാൻ പറഞ്ഞയച്ചാണ്. പിന്നെ ഒരു ഫുഡ് കഴിക്കാൻ പോവുകയല്ലേ എന്ന് വിചാരിച്ച് ഞാനും പിന്നെ ഒരു കൂട്ടിന് ഒരേ കൂടെ ഇരുന്നു. ഫുഡായിട്ട് നമുക്ക് ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ പച്ചവെള്ളം, തൈര്, അച്ചാർ, ഐസ്ക്രീം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഓര് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. പിന്നെ ഇതാ എന്നോട് പറയാതെ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ ഫുഡ് കഴിക്കാൻ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഇവളിരുന്ന് തട്ടുക. എൻ്റെ അടുത്തൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഞാൻ ഫുഡ് കഴിച്ചോന്നും കൂടി അവൾ അന്വേഷിച്ചില്ല. അവൾ ഫേക്ക് കസിനായിരുന്നു. പിന്നെ അങ്ങോട്ട് കൂടെ കുറച്ച് പിച്ചിമാന്തൊക്കെ ചെയ്തപ്പോൾ തന്നെ നമ്മൾ റെഡിയായി. കണ്ടോ, നമ്മൾ രണ്ടാളും നമ്മുടെ മാല കാണിച്ചു തരികയാണ്. ഓളും പുതിയ മാലയാണ് ഇട്ടിക്കണേ, ഞാനും പുതിയ മാലയാണ് ഇട്ടിക്കണേ. മാല നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പരിപാടി ഏകദേശം ഒതുങ്ങി. എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. പിന്നെ കുറച്ച് നമ്മുടെ റിലേറ്റീവ്സും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിൽ വരുന്ന കസിൻസാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കഥ പറഞ്ഞിരിക്കുകയാണ് അവിടെ. എൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഞാൻ അവരെ മെയിൻഡ് ആക്കിയില്ല എന്നും പറഞ്ഞിട്ട് അവരെ കുറേ നേരം അവോയ്ഡ് ചെയ്തു. പിന്നെ ഞാൻ കാല് പിടിച്ച് പിന്നാലെ പോയി. വെറുതെ പറയാനേ എന്തെങ്കിലുമൊക്കെ പറയണ്ടേന്ന് വിചാരിച്ചിട്ട് പറയാണ്. അങ്ങനെ എല്ലാവരും പോണത് നോക്കി കുറച്ച് നേരം കഥ പറഞ്ഞിരുന്നപ്പോഴത്തേനും സമയം ഏകദേശം 4 മണി കഴിക്കണു. എല്ലാവർക്കും ചായ കിട്ടുന്ന ടൈം ആയിക്കണു. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പത്തിന് ചായ വന്നു. ആർക്കോ വന്ന ചായയാണ്. പെണ്ണ് അതും എടുത്ത് മോന്തി കുടിച്ചു. അതിൽ ബാക്കി വന്നത് ഞാനും കുടിച്ചു. എന്തായാലും ഇപ്പോൾ ഓള് കുടിച്ചു. അപ്പോൾ പിന്നെ എനിക്കും കുടിക്കാമല്ലോ. ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണോ ഒന്ന് ഇരിക്കാൻ പറ്റിയത്. നിന്ന് കാലും മുതും ഇടുപ്പും ഒക്കെ വരുത്താലും തുടങ്ങി. ഇങ്ങനെയൊക്കെ ഫിസിക്കലി ടയേർഡ് ആവുമെന്ന് ഞാൻ ഉറക്കത്തിൽ പോലും കരുതിയിട്ടില്ല. അത്രക്കും ഞാൻ ടയേർഡായിട്ടുണ്ടായിരുന്നു. ഒന്ന് കടന്നാൽ മതി എന്നുള്ള ലെവലിലേക്ക് എത്തി ഞാൻ. പരിപാടി ഒന്ന് ഒതുങ്ങി വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കാനൊന്നും പറ്റൂല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീച്ചു പോകേണ്ടി വരും. പിന്നെയും കുറച്ച് നേരം വന്നിരിക്കുമ്പോഴത്തേനും പിന്നെ ആരെങ്കിലുമൊക്കെ വിളിച്ചും പിന്നെ നീച്ചേണ്ടി വരും. ഏകദേശം ഒരു 10-11 മണിയായിട്ടാണ് സമാധാനത്തിലൊന്ന് ഇരിക്കാൻ പറ്റിയത്. ഇപ്പം ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ഞാനൊരു പൊളിപ്പം കോമഡി അറിയും. ഇവരിപ്പോൾ നല്ലോണം ചിരിക്കും. അത്രക്ക് മാസ് കോമഡിയാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ കോമഡി ഇവിടെ പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. അങ്ങനെ ഓരോ കുറച്ച് നേരം ചിരിപ്പിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കാക്കു ഇരുന്ന് ഫുഡ് കഴിക്കണ കാണുന്നത്. കാക്കുവിനെ ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. പാവം ഓട്ടത്തിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ മറന്നു എന്ന് തോന്നുന്നു. പിന്നെ വന്നപ്പോൾ ഫുഡ് കിട്ടി, അത് തന്നെ ഭാഗ്യം. ഞാൻ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഒരു മിന്നാട്ടം കണ്ടു. പിന്നെ ഞാൻ കണ്ടില്ല. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ പാത്രത്തിൽ കുറച്ച് ചില്ലി ചിക്കനൊക്കെ ഇരിക്കണത് കണ്ടപ്പോൾ എൻ്റെ കൈ അറിയാതെ വരച്ചു. അതുകൊണ്ട് 2 പീസ് ഞാൻ എടുത്ത് തിന്നു. ഓക്കെ, ഓനവിടെ ഫുഡ് കഴിക്കുകയാണ്. പക്ഷെ ഇത്രയും നേരം എൻ്റെ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുള്ള എൻ്റെ ക്യാമറമാൻ എവിടെയും തപ്പി നടക്കുകയായിരുന്നു. നോക്കുമ്പോഴാണ് അടുക്കളയിൽ ഞാൻ ആ ദൃശ്യം കണ്ടത്. ബാക്കി വന്ന ഐസ്ക്രീം ഇരുന്ന് തിന്നാണ്. വെറുതെ വിടുമോ ഞാൻ കണ്ടപ്പോൾ തന്നെ അപ്പം തന്നെ വീഡിയോ എടുത്തു. പിന്നെ വീഡിയോ ഡിലീറ്റ് ആക്കുക എന്ന് പറഞ്ഞ് കുറേ നേരം എൻ്റെ പിന്നാലെ നടന്നു. പക്ഷേ ഞാൻ ഡിലീറ്റ് ആക്കി എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞാൻ വിട്ടു. പക്ഷേ ഐസ്ക്രീം കഴിക്കണേ ഇതിനും ഭയാനകമായ ഒരു വേർഷൻ ഇതിലുണ്ട്. പക്ഷേ അത് ഞാൻ പുറത്ത് കാണിക്കണില്ല. ചെറുക്കാൻ കുറേ റിക്വസ്റ്റ് ചെയ്തല്ലേ. പിന്നെ എല്ലാവരും പോയപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോയി. നമുക്ക് ആർക്കും സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടിയില്ല. രാവിലെ പിന്നെ ഫുള്ള് തിരക്കായിരുന്നു, അതുകൊണ്ട് ഒന്നും കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് വന്നാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ അൺബോക്സ് ചെയ്യാൻ കിടക്കുകയാണ്. നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അങ്ങനെ പിന്നെ ഏകദേശം നമ്മുടെ പരിപാടി എല്ലാതും അങ്ങോട്ട് ഒതുങ്ങി. ഇനി ഒന്നുമില്ല, ഈ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആവണം. അങ്ങനെ മാഷാ അല്ലാ നമ്മൾ കരുതിയ പോലെ തന്നെ നമ്മുടെ ഹൗസ് വാമിങ് ഭംഗിയായിട്ട് നടന്നു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസോ കാര്യങ്ങളൊന്നും അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാം ഫിനിഷ് ആയിട്ടുള്ള ഒരു വീഡിയോ മതി എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു. വാപ്പല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻഷാ അല്ലാ അത് നമുക്ക് കാക്കുവിൻ്റെ കല്യാണത്തിൽ അതും പാടതാക്കി സെറ്റാക്കാം. പിന്നെ എൻ്റെ ഡ്രസ്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി പോയി നോക്കി ഞാൻ തന്നെ ഇങ്ങനെ കറങ്ങുകയൊക്കെ ചെയ്യായിരുന്നു. എല്ലാവരും ഭയങ്കര നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഓരോരുത്തരും ഉറങ്ങാണ്. ഇവളൊക്കെ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ബൈ പറഞ്ഞു പോവാണ്. അങ്ങനെ എല്ലാവരുടെ അടുത്തും ബായ് പറഞ്ഞ് ഇനി ഒന്ന് ഫ്രഷായി ഒന്ന് കിടന്നുറങ്ങണം. പക്ഷെ അന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഉറങ്ങാനും നല്ല നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ പുതിയ വീടിൻ്റെ ഹൗസ് വാമിങ് വളരെ സന്തോഷമായി, വളരെ സമാധാനപരമായി, വളരെ ഭംഗിയായിട്ട് നടന്നു. നമ്മുടെ എല്ലാവരുടെയും കുറേ കാലമായിട്ടുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു വീട്. ഓഫ് കോഴ്സ് എല്ലാവർക്കും വലിയൊരു ആഗ്രഹമായിരിക്കും നല്ലൊരു വീട് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ പേഴ്സണലി ഞാൻ വേറെ ആരുടെയോ വീട്ടിലോട്ട് വിരുന്ന് നിൽക്കാൻ വന്ന പോലെയൊക്കെ ഒരു തോന്നലായിരുന്നു. അഫ്കോഴ്സ് നമ്മുടെ പഴയ വീട് എന്തായാലും മിസ് ചെയ്യും. എൻ്റെ സെയിം ഏജാണ് ആ വീടിന്. കഴിഞ്ഞ 20-21 വർഷമായിട്ട് നമ്മൾ അവിടെയാണ് താമസിക്കുന്നത്. അവിടെയായിരുന്നു നമ്മുടെ ഇത്രയും കൊല്ലത്തെ മെമ്മറീസും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഈ വീട്ടിൽ വന്ന് നമ്മൾ പുതിയ മെമ്മറീസ് ക്രിയേറ്റ് ആക്കണം. കാരണം
ഇന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഇതുവരെയും നമ്മൾ നമ്മുടെ പഴയ വീട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മുടെ പഴയ വീട് നമ്മൾ മിസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാം ഒതുങ്ങിയ സ്ഥിതിക്ക് ഇനി വേഗം ഒന്ന് ഫ്രഷ് ആവണം. ഒന്ന് ഫ്രഷ് ആയി അക്സസറീസും ഇതൊക്കെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചപ്പോഴാണ് ഒന്ന് ജീവൻ വെച്ചത്. ഉറക്കക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങും വേണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഹൗസ് വാമിംഗ് വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.